عليكم كتب ربكم على نفسه الرحمة صدق الله العليم الراحمون يرحمهم الرحمن يرحموا من في الأرض يرحمكم من في السماء قال رسول الله صلى الله عليه وسلم പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ആദരവായ നബികളോടുകൂടെ മറ്റു മഹത്തുക്കളോടുകൂടെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൂടുതൽ പ്രസംഗിക്കണമെന്നുമില്ല, എങ്കിലും ഈ മഹത്തായ സദസ്സിന്റെ ആ ഫള് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഒരിക്കലും എണ്ണി കണക്കാക്കാൻ സാധ്യമാകുന്നില്ല. ഉദാഹരണം, ഇന്ന് നേരം പ്രഭാതമായത് മുതൽ ഈ സമയം വരെ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നാം കിടക്കപ്പായിൽ നിന്നും എഴുന്നേറ്റത് മുതൽ ഇന്ന് സമയം 8 മണി 8:30 ഈ സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട്? ഏകദേശം 10-15 മണിക്കൂറുകളോളം മാത്രം ഒന്ന് എണ്ണി നോക്കിയാൽ നമുക്കൊരിക്കലും അത് എണ്ണി കണക്കാക്കാൻ, അല്ലാഹു എനിക്ക് ഇന്ന് ഇത്രത്തോളം നിഅമത്തെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ മനുഷ്യനായി ജനിച്ച ഒരാൾക്കും സാധ്യമാവുകയില്ല. അവിടെയാണ് നാം അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അല്ലാഹു ഇത്രയും അനുഗ്രഹം നമുക്കൊരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ചെയ്തു തരുന്നുണ്ട് എങ്കിൽ നാം ഈ പറഞ്ഞ സമയം കൊണ്ട് അള്ളാഹുവിനോട് എത്രത്തോളം നന്ദിയോട് ചെയ്തു എന്നുകൂടി നാം അതിനോട് കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് മുതൽ ഇതുവരെ അള്ളാഹുവിന് എതിരായി നാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ എല്ലാം അള്ളാഹുവിന് എതിരായി എത്രത്തോളം സംസാരിച്ചിട്ടുണ്ടാവും, എന്തെല്ലാം പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, എന്തെല്ലാം ചിന്തിച്ചു കൂടിയിട്ടുണ്ടാവും. ഇവിടെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അവിടെയാണ് അള്ളാഹു റഹ്മത്ത് നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അള്ളാഹു നമുക്ക് ഈ നിഅമത്തുകളൊക്കെ ചെയ്തു തരുന്നത്. അല്ലാതെ നാം ചെയ്യുന്ന നിസ്കാരങ്ങൾക്ക് ബദലായിക്കൊണ്ടാണോ? അതല്ല. നാം ചെയ്യുന്ന നോമ്പുകൾക്ക് ബദലാണോ? അതുമല്ല. നാം ചെയ്യുന്ന ഒരു സൽക്കർമ്മങ്ങൾക്കും ബദലായിട്ടല്ല അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ നിഅമത്തുകളെ. അങ്ങനെ നാം ഇന്ന് എത്രത്തോളം അള്ളാഹുവിന് എതിരായി എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചു, എന്നിട്ട് പോലും അള്ളാഹു നമുക്ക് വെള്ളം നമുക്ക് മാറ്റിവെച്ചില്ല. അള്ളാഹു നമുക്ക് വെള്ളം തന്നു, ഭക്ഷണം തരുന്നു, അള്ളാഹു അത് തടഞ്ഞു വെച്ചില്ല. എന്തിനേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല വായു നമുക്ക് നൽകുന്നു, അതുപോലെ നമുക്ക് അള്ളാഹു തടഞ്ഞു വെച്ചില്ല. നാം എതിര് മാത്രം പ്രവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പോലും അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത്, അവിടെയാണ് അള്ളാഹു റഹ്മത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ ആ ഔദാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്ന നിഅമത്തുകളെല്ലാം എന്ന് നാം ചിന്തിക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ റഹ്മത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എവിടെയാണ് വിവരിക്കുന്നത് എന്നറിയുമോ? പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകൾ ആരംഭിക്കുമ്പോഴും അതിന്റെ അഡ്രസ് ആയിക്കൊണ്ട്, അതിന്റെ ഹെഡിങ് ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂത്രം വെച്ചിട്ടുണ്ട്. ഏതാണ് ആ സൂത്രം എന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ബിസ്മിയുടെ അർത്ഥം? റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ
എന്തൊരു പ്രവർത്തനമാണോ തുടങ്ങുന്നത് എങ്കിൽ ആ പ്രവർത്തനത്തെ അള്ളാഹുവിന്റെ റഹ്മാൻ റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇവിടെ റഹ്മാൻ റഹീം എന്ന് അള്ളാഹു പറഞ്ഞത് അത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാനാണ് ആ റഹ്മാൻ റഹീം എന്നുള്ള പദം ഉപയോഗിച്ചത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ റഹ്മാനിനെയും റഹീമിനെയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരു ദിവസം ചുരുങ്ങിയത് 68 തവണയെങ്കിലും 68 തവണ നിർബന്ധമായും അവൻ ഈ റഹ്മത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ റഹ്മത്തിനെ കുറിച്ച് വാചാലനാകുന്നുണ്ട്. എവിടെയാണത്? 5 വക്ത നമസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അവിടെ പറയുന്നു. കൂടാതെ ബിസ്മിയിൽ പറയുന്നു. അങ്ങനെ ഒരു ദിവസം 68 തവണ നിർബന്ധമായും ഓരോ മുഅ്മിനും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ റഹ്മത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ റഹ്മത്ത് ലഭിക്കാൻ, അള്ളാഹുവിന്റെ ഈ റഹ്മത്ത് ലഭിക്കാൻ നാം എന്തെല്ലാം മാർഗം സ്വീകരിക്കണം? അതിൽ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടികളിൽപ്പെട്ടതാണ് കലം, പേന എന്നുള്ളത്. ആ പേന അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ആ പേന അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ കണക്കാക്കിയ മുഴുവൻ കാര്യങ്ങളും നീ രേഖപ്പെടുത്തണം. അതാണ് നിന്റെ ജോലി. ഞാൻ കണക്കാക്കിയ മുഴുവൻ കാര്യങ്ങളും നീ രേഖപ്പെടുത്തി വെക്കണം. അതാണ് നിന്റെ ജോലി എന്ന് പറഞ്ഞപ്പോൾ ആ പേന വീണ്ടും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ആദ്യമായി ഞാൻ എന്താണ് എഴുതേണ്ടത്? അത് ഞാൻ എഴുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ മുഴുവൻ കാര്യങ്ങളും ഞാൻ രേഖപ്പെടുത്താം. അതിൽ യാതൊരു സംശയവുമില്ല. അത് മുഴുവൻ ഞാൻ രേഖപ്പെടുത്തി വെക്കാം. എങ്കിലും ആദ്യമായി ഞാൻ എന്താണ് രേഖപ്പെടുത്തി വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മറുപടി നൽകിയത്, എന്റെ റഹ്മത്തിനെ കുറിച്ചാണ് നീ രേഖപ്പെടുത്തേണ്ടത്. എന്റെ റഹ്മത്ത് അല്ലാഹു റഹ്മാനാണ് എന്നതാണ് നീ രേഖപ്പെടുത്തി വെക്കേണ്ട ആദ്യത്തെ പണി. അതാണ് അല്ലാഹു റഹ്മാനാണ് എന്ന് നീ രേഖപ്പെടുത്തലാണ് നിന്റെ പണി എന്ന് ആ കലമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി. കൂടാതെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും ഖതബ റബ്ബുകും അലാ നഫ്സിഹിർ റഹ്മ. ഈ ഒരു ആയത്ത് നമുക്ക് വിശദീകരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അത് ലഭിക്കാനുള്ള മാർഗത്തെ കുറിച്ചും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്? വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിച്ച ആരെങ്കിലും വന്നാൽ, നമ്മളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനായി കൊണ്ട് ഒരാൾ വന്നാൽ, ഫഖുൽ നബിയെ നിങ്ങൾ പറയണേ, സലാമുൻ അലൈക്കും, അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ട് എന്ന് നിങ്ങൾ പറയണേ. അഥവാ അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ പറയണേ. തീർന്നില്ല, ഉടനെ അല്ലാഹു പറയുന്നു, ഖതബ റബ്ബുകും അലാ നഫ്സിഹിർ റഹ്മ, അവരുടെ രക്ഷിതാവായ അല്ലാഹു റഹ്മാനാണെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു റഹ്മാനാണെന്നും അവർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ ആദ്യമായി പറഞ്ഞു, പ്രവാചകരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് നിങ്ങൾ പറയൂ. അത് തന്നെയാണ് അല്ലാഹുവിന്റെ
റഹ്മത്ത് ഇറങ്ങാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ നമ്മുടെ മേൽ വർഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റ് മുസ്ലിമുകളുടെ മേലുള്ള ബാധ്യതകൾ 6 ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നിങ്ങൾ കണ്ടുമുട്ടിയാൽ, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക. നമ്മളിപ്പോൾ മഹത്തായ സദസ്സിലാണ് നിലകൊള്ളുന്നത്. ഈ സദസ്സിലേക്ക് വരുമ്പോൾ എത്രയോ മുഅ്മിനീങ്ങളെ നമ്മൾ പരസ്പരം കണ്ടു. നമ്മുടെ അടുക്കൽ എത്രയോ മുഅ്മിനീങ്ങൾ ഇരിക്കുന്നു, എത്രയോ സഹോദരന്മാരിരിക്കുന്നു, സഹോദരിമാരിരിക്കുന്നു. നാം വന്നിട്ട് സലാം പറഞ്ഞോ? ആ കൈയൊന്ന് മുസാഫത്ത് ചെയ്തോ? ഇവിടെയാണ് ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യങ്ങളിൽ ഒന്നാമത്തേതായി എണ്ണിയ കാര്യമാണ് നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക. പരസ്പരം കണ്ടാൽ സലാം പറയുക. അത് അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ നമ്മുടെ വാപ്പയോട് മക്കൾക്ക് പറയാം, മക്കൾ മാതാപിതാക്കളോട് പറയട്ടെ, ഉസ്താദ് ശിഷ്യരോട് പറയട്ടെ, ശിഷ്യർ ഉസ്താദിനോട് പറയട്ടെ. പരസ്പരം കണ്ടാൽ ഒരു മുഅ്മിനാണോ എങ്കിൽ അവരോട് സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സലാമിന്റെ പവിത്രതകളിലെ മഹത്വങ്ങളെ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാഹു ഫസാഫഹു ഫസല്ലമഹു നസലത് ബൈനഹും മിഅത്തുർ റഹ്മ. ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാഹു, ഒരു മുസ്ലിം അവന്റെ മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടിയാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ മുഅ്മിനായ ഒരു സഹോദരനെ കണ്ടുമുട്ടിയാൽ ഫസാഫഹു ഫസല്ലമഹു, അവരോട് സലാം പറയുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ നസലത് ബൈനഹും മിഅത്തുർ റഹ്മ, അല്ലാഹുവിന്റെ നൂർ റഹ്മത്ത് അവരുടെ മേൽ വർഷിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സലാമിന്റെ പവിത്രത വിവരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രവാചകൻ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്, ഒരു മരം, ആ മരം ഉണങ്ങിയിരിക്കുന്നു, അതിലുള്ള ഇലകളെല്ലാം ഒരു ചെറിയ കാറ്റ് വീശിയാൽ പൊഴിഞ്ഞു പോകും. ഒരു ചെറിയ കാറ്റ് വീശിയാൽ എല്ലാ ഇലകളും പൊഴിഞ്ഞു പോകും. അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരം, അങ്ങനെ ഇരിക്കെ അവിടെ ഒരു കൊടുങ്കാറ്റടിച്ചാൽ എത്ര വേഗതയിൽ ആ മരം കടപുഴകി വീഴുമോ, ആ വേഗതയിൽ രണ്ടാളുകൾ പരസ്പരം സലാം പറഞ്ഞാൽ അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇവിടെയാണ് സലാമിന്റെ പവിത്രത നാം മനസ്സിലാക്കേണ്ടത്. നാം പരസ്പരം കണ്ടാൽ സലാം പറയാറില്ല. ചെറിയ എന്തെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ മുഖം തിരിച്ചു പോകുന്ന, ഇപ്പോൾ അതിലേറെ ഉപകാരമായി നമ്മുടെ ഫോണുകൾ മാറുന്നു. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മുടെ മുഖാമുഖമായി നടന്നു വരികയാണ് എങ്കിൽ നാം ഉടനെ ഫോൺ എടുക്കുന്നു. ഫോണിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് നീങ്ങി പോകുന്നു. അവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ നാം നടന്നകരുന്നു. കണ്ടാൽ എന്തെങ്കിലും അവരോട് സംസാരിക്കണം, അവരോട് നമുക്ക് ദേഷ്യമാണ്. ആ ദേഷ്യം മൂലം നാം അവരോടൊന്ന് പുഞ്ചിരിക്കാൻ പോലും സമയം കാണാതെ നാം അവിടെ വഞ്ചന കാണിച്ചുകൊണ്ട് നടക്കുന്നു. സലാമിനെ വ്യാപിപ്പിച്ചാൽ പരസ്പരം സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വഹാബാക്കൾ വളരെ അധികം സലാമിനെ വളരെയധികം പവിത്രത കൽപ്പിച്ചിരുന്നു. പ്രഭാതമായാൽ ചില സ്വഹാബാക്കൾ എന്ത് ചെയ്യും? അവർ പ്രഭാതമായാൽ അങ്ങാടിയിലേക്ക് നടക്കും, അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു വരും. അങ്ങനെ ചെയ്യുന്ന സ്വഹാബാക്കളിൽ പ്രധാനിയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ തുഫൈൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവേ, നിങ്ങൾ എന്താണ് എന്നും പ്രഭാതത്തിൽ ഇങ്ങനെ അങ്ങാടിയിലേക്ക് സഞ്ചരിക്കാറുണ്ടല്ലോ, എന്നാൽ അവിടെ ചെന്ന് ഒരു വസ്തു വാങ്ങുന്നതോ അല്ലെങ്കിൽ വിൽക്കുന്നതോ കേവലം ഒരു വസ്തുവിന്റെ വില അന്വേഷിക്കുന്നതായിട്ടോ ഞങ്ങൾ കാണാനിടയില്ല. പിന്നെ എന്താ ആവശ്യത്തിനാണ് നിങ്ങൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ സലാമിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി, സലാമിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങളെ കാണാൻ കഴിയും. അവരോടൊക്കെ സലാമിനെ എനിക്ക് പറയാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന ദുആ അവരുടെ മേൽ പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. കൂടാതെ അവരതുപോലെ നിങ്ങളുടെ മേലും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് അവരും പ്രാർത്ഥിക്കുമല്ലോ. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്, ഈ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങാടിയുടെ ദിവസവും നടക്കുന്നതെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സലാം വ്യാപിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നാം ഇന്ന് വളരെയധികം അശ്രദ്ധമായി നിലകൊള്ളുന്ന ഒരു സംഭവമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബ ബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അനർ റഹ്മാൻ ഖലഖതുർ റഹ്മ വശഖത ലഹാ ഇസ്മൻ മിൻ ഇസ്മി. അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അനർ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ്. ഖലഖതുർ റഹ്മ, ഞാൻ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചു. കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ച ആൾ ഞാനാണ്. വശഖത ലഹാ ഇസ്മൻ മിൻ ഇസ്മി, അതിന്റെ പേര് വെച്ചത് ആ റഹ്മത്ത്, കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്ന പേര് റഹ്മ എന്നാണ്. ആ റഹ്മ എന്ന് പേര് വെക്കാൻ കാരണം, ആ പേര് വെച്ചത് എന്റെ റഹ്മാൻ, ഞാൻ കാരുണ്യവാനാണ് എന്ന് പറയുന്ന ഈ റഹ്മാൻ എന്ന പദം കൊണ്ടാണ്, അതിന്റെ ഒരു കഷ്ണം കൊണ്ടാണ് കുടുംബ ബന്ധത്തിന് റഹ്മ എന്ന് വെച്ചത്. കാരണം എന്താണെന്ന് അറിയുമോ? ആരെങ്കിലും ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അവനോട് ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ബന്ധപ്പെടും, അവനോട് ഞാൻ ബന്ധം സ്ഥാപിക്കും. അല്ലാഹുവാണ് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുമായി സ്നേഹബന്ധത്തിലായാൽ, കുടുംബബന്ധം ചേർത്താൽ ഞാൻ നിങ്ങളോട് അടുക്കും, ഞാൻ നിങ്ങളോട് ബന്ധം ചേർക്കും. അല്ലാഹുവിന്റെ ബന്ധുക്കളാകാം. വല്ലൊരുത്തനും ആ കുടുംബ ബന്ധത്തെ മുറിച്ചാൽ, വല്ലൊരുത്തനും തന്റെ കുടുംബക്കാരുമായി പിണങ്ങി നിന്നാൽ അവനോട് ഞാനും ബന്ധം പിരിയും, ഞാൻ അവനോട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അവിടെയാണ് കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് സ്വന്തം കുടുംബങ്ങളെ, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു ബോധവുമില്ല. ആരൊക്കെയാണ് അവർക്ക് യാതൊരു വിവരവും അതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ചെറിയ വിദ്യാലയ മക്കള് നമ്മുടെ മദ്രസയിൽ വരുമ്പോൾ, നമ്മുടെ ഉസ്താദുമാര് അഖ്ലാഖ് എന്ന വിഷയം എടുക്കുമ്പോൾ പല കാര്യങ്ങളും, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ പുറത്തു നിന്ന് ഞങ്ങൾ ആഴ്ചകൾ പറഞ്ഞു കൊടുക്കുമ്പോ, കുടുംബക്കാരെ കുറിച്ച് അവരോട് ചോദിക്കുമ്പോ അവർക്ക് നമ്മോട് ഇടപെടുന്ന അത്രമാത്രം ബന്ധുക്കളെ മാത്രം അറിയുന്നുള്ളൂ. അവിടെയാണ് നാം മാതാപിതാക്കളായി നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം ഒരുപക്ഷെ നമ്മളെല്ലാം അവരെ രോഗിയാവുമ്പോൾ സന്ദർശിക്കുന്നുണ്ടാകാം, അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഇടപെടുന്നുണ്ടാകാം. പക്ഷേ വളർന്നു വരുന്ന മക്കൾക്ക് നാം അത് ശീലിപ്പിക്കുന്നില്ല. നാം ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ, ഒരു കുടുംബക്കാരനെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ
നമ്മുടെ കൂടെ നമ്മുടെ മക്കളെയും കൈ പിടിച്ചു കൊണ്ടുപോകുക. ഇത് നമ്മുടെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഒരു ശീലം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശീലം നമുക്ക് നമ്മുടെ മക്കളെ വളർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നാം ആരോടെല്ലാം കാരുണ്യം കരുണ നാം എല്ലാവരോടും കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അർറഹീമുന യർഹമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹു മാത്രമല്ല റഹ്മത്ത് ചെയ്യേണ്ടത്, നാം ഓരോരുത്തരും മനുഷ്യരായ നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ സൃഷ്ടികളായ നാം ഓരോരുത്തരും റഹ്മത്ത് ചെയ്യണം, കരുണ ചെയ്യണം, കാരുണ്യം ചെയ്യേണ്ടതുണ്ട്. നാം ആരോടൊക്കെ കരുണ ചെയ്യേണ്ടത്? അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അർറഹീമുന യർഹമുർ റഹ്മാൻ. റഹ്മാനായ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും. റഹ്മത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. യർഹമുകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അതായത് അല്ലാഹു റഹ്മത്ത് ചെയ്യും. നാം നമ്മുടെ മാതാപിതാക്കളോട് കരുണ കാണിക്കണം. മാതാപിതാക്കൾ മക്കളോട് കരുണ കാണിക്കേണ്ടതുണ്ട്. അധ്യാപകർ ശിഷ്യരോട് കരുണ കാണിക്കണം. ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം ആ രോഗിയോട് കരുണ കാണിക്കേണ്ടതുണ്ട്. ഒരു ഉടമസ്ഥൻ തൊഴിലുടമസ്ഥനാണെങ്കിൽ ആ തൊഴിലാളിയോട് കരുണ കാണിക്കണം. അങ്ങനെ ഏത് സകല മേഖലകൾ എടുത്തു നോക്കിയാലും ഓരോ വ്യക്തിക്കും ഓരോരുത്തരോടും കരുണ കാണിക്കാൻ ഒരു കടമയുണ്ട്. മാത്രമാണോ, മുഴുവൻ ജീവജാലങ്ങളോടും കരുണ കാണിക്കലും നാം ഓരോ മനുഷ്യരും ബാധ്യതയാണ്. അല്ലാഹുവിന് റഹ്മത്ത് വളരെയധികം ഇഷ്ടമാണല്ലോ. അല്ലാഹുവിന് റഹ്മത്ത് വളരെയധികം ഇഷ്ടമാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചത്? എന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രവാചകനായി നിയോഗിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് മറുപടി നൽകിയത്, ഏ മൂസാ, പ്രവാചകരെ, നിങ്ങൾ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്ക പ്രവാചകന്മാരും ആട്ടിടയന്മാരായിരുന്നു. ആടിനെ അവർ നോക്കിയിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആടിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടി വഴി തെറ്റിപ്പോയി, ഓടിപ്പോയി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അതിനെ അന്വേഷിച്ചുകൊണ്ട് പുറകെ അതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ചെല്ലും തോറും ആ ആട്ടിൻകുട്ടിയും വേഗത കൂട്ടി. അങ്ങനെ അവസാനം മൂസാ നബി അലൈഹിസ്സലാം ആ ആട്ടിൻകുട്ടിയെ പിടികൂടിക്കൊണ്ട് ആ ആട്ടിൻകുട്ടിയെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ നിന്നെയും ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് ചുംബനങ്ങൾ അർപ്പിച്ചു. ഈ ഒരു സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചത്. ആ പ്രാണിയോട് മൂസാ നബി അലൈഹിസ്സലാം ചെയ്ത ആ കാരുണ്യമാണ് പ്രവാചകനായി നിയോഗിക്കാൻ കാരണമായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലയോ പ്രവാചകരെ നിങ്ങളെ ഞാൻ നിയോഗിച്ചത് എന്നാണല്ലോ അല്ലാഹു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ. അപ്പോൾ ഓരോ ജീവജാലങ്ങളോടും നമുക്ക് കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. എന്നാൽ അല്ലാഹു നമ്മോടും കരുണ കാണിക്കും. ഒരു ചെറിയ സംഭവം മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. ആ മനുഷ്യന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. അങ്ങനെ
കിട്ടിയപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് കോരിയെടുക്കാൻ ഒരു ഉപാധിയുമില്ലാത്തത് കാരണം അദ്ദേഹം ആ കിണറിലേക്ക് ഇറങ്ങുകയും അതിന് വല്ലാത്ത അദ്ദേഹം അതിൽ നിന്ന് ദാഹം അകറ്റുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ കിണറിൽ നിന്നും കരയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു നായ ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്നതായിട്ട് കണ്ടു. ഒരു ദീനിലെ പരിശുദ്ധമായ ദീനിലെ നജസാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു നായ അത് ദാഹം മൂലം മണ്ണ് കത്തുന്നതായിട്ട് ഈ മനുഷ്യൻ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ കുറച്ചു മുമ്പ് ദാഹം കൊണ്ട് എന്തെല്ലാം വെപ്രാളങ്ങൾ കാണിച്ചുവോ ആ വെപ്രാളം തന്നെയായിരിക്കും ഈ നായയും കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും തന്റെ ധരിച്ച ഷൂവിൽ വെള്ളം നിറച്ച് അത് തന്റെ വായ കൊണ്ട് പിടിച്ച് ആ കിണറിൽ നിന്ന് കരകയറുകയും ആ നായയെ കുടിപ്പിക്കുകയും ചെയ്തു. ഇത് കാരണമായി അദ്ദേഹത്തിന്റെ സകലമായ ദോഷങ്ങളും പൊരുത്തപ്പെട്ടു കൊടുത്ത് സ്വർഗത്തിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ അയച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റാ. അല്ലാഹുവിന്റെ റസൂലേ, മൃഗങ്ങളോട് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും അതിനൊക്കെ നമുക്ക് കൂലിയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഫീ കുല്ലി ഖബ്രിൻ റത്ബത്തിൻ അജ്ർ. ഏതൊരു പച്ചയായ കരളുണ്ടോ അതിനെല്ലാം കൂലിയുണ്ട് എന്നാണ്. അതായത് ഏതൊരു ജീവജാലത്തിനെ സഹായിച്ചാലും അതിനെല്ലാം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടതും പറഞ്ഞതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു മുഴ പോലെ കാണുന്നുണ്ട്. അത് ശിഫയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ അസുഖം അല്ലാഹു പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, അത് എന്ത് വലിയ അസുഖമായാലും ശരി, അല്ലാഹുവേ, നിന്റെ മഹാന്മാരായ മശായിഖുമാരുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് സ്വലാത്ത് ഞങ്ങൾ ചൊല്ലി, ഒരുപാട് അദ്കാറുകൾ ഞങ്ങൾ ചൊല്ലി. അല്ലാഹുവേ, അതിന്റെ എല്ലാം ബർക്കത്ത് കൊണ്ട് എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സകലമായ അസുഖങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പൂർണ്ണമായ ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഒരു സഹോദരി തന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും കുടുംബത്തിലുമെല്ലാം ഹൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. വളരെ റാഹത്തോടുകൂടെ കച്ചവടം ചെയ്യാനും കുടുംബത്തോടുകൂടെ വളരെ റാഹത്തോടെ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ചുപോയ തന്റെ ഇണക്ക് വേണ്ടി ഇടയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും എല്ലാവരെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗീയ പൂന്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി നമ്മുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും ആ ഭാര്യ അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അസുഖം സുഖപ്പെടാൻ വേണ്ടി ഒരു അനുഭാവി
ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒരു സുഖപ്രസവത്തിന് വേണ്ടി നേർച്ചയാക്കിയിരുന്നു, പ്രസവിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ ആ പ്രസവത്തിന് വേണ്ടി സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ആ സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാതാവിനും ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് നിത്യം ജോലി ഉണ്ടാവാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കളെ അവരുടെ മക്കളെ ഒരു ജോലിയിൽ എത്തിപ്പെടാൻ വളരെ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കളെ. അല്ലാഹു ആ മക്കൾക്ക് നിത്യമായ ഒരു ജോലി നീ നൽകണേ അല്ലാഹ്. ഖൈറായ ജോലി നൽകണേ തമ്പുരാനെ, ഖൈറായ ജോലി നൽകണേ തമ്പുരാനെ. അല്ലാഹു ആ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹു അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സ്വലാത്തിലേക്ക് പായസം നൽകിയിരിക്കുന്നത് കുഞ്ഞാലൻ നജി എന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാതാവ് ഈ അടുത്ത് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മക്കൾ ആ മാതാവിന് വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ എല്ലാം അല്ലാഹു അതിന്റെ സവാഹനെല്ലാം അവരുടെ ആ മാതാവിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അല്ലാഹു അത് കാരണമായി അവരെ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. അവരുടെ ഖബർ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ഖബറിലേക്ക് നീ സ്വർഗീയ വാതിലുകളെ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ പുത്രപാക്കി നൽകണേ തമ്പുരാനെ. അല്ലാഹു ആ മാതാവിന് വേണ്ടി ആ മക്കൾ ചെയ്യുന്ന എല്ലാ ഖൈറായ കാര്യങ്ങളുടെയും സവാബിനെ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഒരുപാട് പ്രായമായ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് സമയമായി നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വാലിഹായ അമലായി ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് മശായിഖുമാരുടെ പേരിൽ ഫാത്തിഹ ഓതി അല്ലാഹുവേ അവരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്തിഗ്ഫാർ ഞങ്ങൾ ചൊല്ലി നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തഹ്ലീൽ ഞങ്ങൾ ചൊല്ലി തമ്പുരാനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ദിക്റുകൾ ഞങ്ങൾ ചൊല്ലി അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആദരവായ നിങ്ങളുടെ മേലെ സ്വലാത്തിന് ഞങ്ങൾ ചൊല്ലി റബ്ബേ അതെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാം പരിപൂർണമാണെന്ന് ഞങ്ങൾക്ക് അവകാശവാദമില്ല തമ്പുരാനെ. എങ്കിലും നീ റഹ്മാനാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, അതിൽ വല്ല അപാകതകളും ഞങ്ങൾ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നീ പരിഹരിച്ചു തരണേ തമ്പുരാനെ. അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അതിന്റെ സവാബിനെ ആദരവായ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് മറ്റു അംബിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാര്, കൂട്ടുകുടുംബങ്ങള്, ഞങ്ങളെ സഹായിച്ചവരിൽ നിന്ന് പലരും ആറടി മണ്ണിലാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ ഒരുപാട് സാധുക്കളായ മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതിന്റെയും പറഞ്ഞതിന്റെയും സവാബിനെ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ഖബറിലെ വല്ല അദാബും അവർ സഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കാൻ അർഹതയില്ലെങ്കിലും അല്ലാഹുവേ നീ റഹ്മാനാണല്ലോ അല്ലാഹ്. നിന്റെ റഹ്മത്തിനെ കുറിച്ച് ഞങ്ങൾ
അല്ലാഹുവേ നീ അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറിനെ നീ കണ്ടെത്താൻ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ഖബറിനെ നീ സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ സ്വർഗീയ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ഞങ്ങളുടെ ഹിസാബ് നീ എളുപ്പമാക്കണേ അല്ലാഹ്. സിറാത്ത് നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ നാളെ ഖിയാമത്ത് നാളിൽ രണ്ട് വിഭാഗമായി തിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികൾ ഞങ്ങളെയും ഈ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ആദരവായ നബി നമ്മുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ജന്നാത്തുൽ നഈമിൽ ആദരവായ നബി തങ്ങളോട് കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിനക്ക് വഴിപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലത്തോളം റാഹത്തോടെ ഇസ്സത്തോടെ ഈമാനോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവിധ അസുഖങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരന്മാരും രക്ഷിതാക്കൾ എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. ഞങ്ങളോട് നോക്കേണ്ട വസിയ്യത്ത് ചെയ്തവർ പലരും ഉണ്ട് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് അവർ. അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാം ഒരു നിലയിൽ എത്തിപ്പെടാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. അവരുടെ ദുആ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല അല്ലാഹ്. അല്ലാഹുവേ അവരുടെ പൊരുത്തത്തിലും ആക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മാതാപിതാക്കളുടെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. കൂടുതൽ കാലം അവരോട് കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾ ഒരു നിലയിൽ എത്തിപ്പെടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവേ ഒരു പക്ഷെ ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളേറെ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഉസ്താദാണ്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ കൂടുതൽ കാലം ദീനിനെ സേവനം ചെയ്യാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ വളരെ റാഹത്തോടുകൂടെ അവരോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ഞങ്ങളുടെ മക്കളാണ്. അല്ലാഹുവേ അവരെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദീനിനും ദുനിയാവിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ തമ്പുരാനെ. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹു അവരെ കൊണ്ട് മോശമാണെന്ന് പറയിക്കുന്ന ഒരു ദുർബുദ്ധി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ തമ്പുരാനെ. മക്കളെ ഓർക്ക് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. അല്ലാഹു അവർക്ക് നീ ആഫിയായി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മാതാപിതാക്കളുടെ ഗുരുതത്തിലുമായി ജീവിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാം മരണപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ ഖബറിൽ വന്ന് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈക യാ ഉസ്താദി എന്ന് സലാം പറയുന്ന മക്കളും ശിഷ്യഗണങ്ങളുമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉള്ള ഇൽമു നാഫിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്. ഒരുപാട് 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 തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി റബ്ബേ. എല്ലാം നീ പൊറുത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാം നീ പൊറുത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു
അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ ദീനിന്റെ മാർഗത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഇന്ന് വരെ അല്ലാഹ് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മറ്റുമായി ഒരുപാട് ആളുകൾ സഹായിച്ചു. അവരിൽ പലരും അവരുടെ കുടുംബങ്ങളിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് പകരം നൽകാൻ ഞങ്ങളുടെ ഈ കൈ ഉയർത്തില്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പകരം നൽകാനില്ല റബ്ബേ. അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർ ചെയ്ത അവരുടെ നിയ്യത്തനുസരിച്ച് അവർക്ക് നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരുടെ കൈകളെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മദ്രസകൾക്കും അയലത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അവരുടെ കൈകൾക്ക് നീ ശക്തി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് നീ ശക്തി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് സഹോദരന്മാരുണ്ട് വിവാഹപ്രായമെത്തിയവർ. അല്ലാഹുവേ അനുയോജ്യരായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് സ്ത്രീകളുണ്ട്. അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ മാതാപിതാക്കൾ. അല്ലാഹുവേ അവരുടെ ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ഇരു വീട്ടിലും ഉപകാരപ്പെടുന്ന മക്കളെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ എല്ലാവിധ ജോലികളിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അനുയോജ്യമായ ജോലി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ആകെയുള്ള അഭിലാഷമാണ് ആ ആദരവായ നബി നമ്മുടെ ഹദ്റത്തിൽ വന്ന് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് രോഗികള് അല്ലാഹുവേ ഒരുപാട് രോഗികളുണ്ട് ഇന്ന് ഞങ്ങളുടെ നാടുകളിൽ. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പുതിയ ദീനങ്ങള് ദിവസം തോറും രൂപാന്തരപ്പെടും റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും എല്ലാവിധ രോഗങ്ങളെയും തൊട്ടും നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മുസ്ലിങ്ങളെ നാനാ ഭാഗങ്ങളിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവേ മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. ലോക മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് മുറാദുകളുമായിട്ടാണ് ഈ പാവങ്ങളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒരുപാട് ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ മാനസാന്തരങ്ങളിലുണ്ട് റബ്ബേ. എല്ലാം നിനക്കറിയാമല്ലോ അല്ലാഹ്. ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ മുഴുവൻ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാം നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. എല്ലാം നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. എല്ലാം നീ ഹാസിലാക്കി തരണേ റബ്ബേ. അല്ലാഹു എത്രയോ പ്രായമായ ആളുകൾ ഞങ്ങളുടെ സദസ്സിലുണ്ട്. ഈ മഹത്തായ സദസ്സിലൊന്ന് പങ്കെടുക്കുക എന്ന ഉദ്ദേശവുമായിട്ട് വന്നവരാണ് റബ്ബേ. അല്ലാഹുവേ ആ പ്രായമെല്ലാം വകവെക്കാതെ അസുഖമൊന്നും വകവെക്കാതെ എല്ലാം അല്ലാഹുവേ നിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓടിയെത്തിയത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കാലുകൾക്ക് നീ ശക്തി നൽകണേ തമ്പുരാനെ. നീ ശക്തി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. ആമീൻ ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. صلى الله على محمد صلى الله